ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റാർട്ടപ്പ്, ശരിക്കും എന്താണ് സാധാരണ ഒരു കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ടപ്പ് വ്യത്യാസമാവുന്നത്, ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ 99% അല്ലെങ്കിൽ 90% തോൽക്കാൻ സാധ്യതയുള്ള സംഭവമാണ് സ്റ്റാർട്ടപ്പ്. അതായത് സ്റ്റാർട്ടപ്പും സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ചിലപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് മീൻസ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം നമ്മുടെ ഒരു സോപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചു. ഈ സോപ്പിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ആദ്യം എൻ്റെ വീട്ടിലൊരു സൈഡിൽ തുടങ്ങി. ഞാനത് സമയം എടുത്ത് അതിന് 2 ബ്രാഞ്ചാക്കി 3 ബ്രാഞ്ചാക്കി അങ്ങനെ ഒരു 8-9 വർഷം കൊണ്ട് ഞാൻ എൻ്റെ അത്യാവശ്യം വലിയൊരു ബ്രാൻഡാക്കി മാറ്റുന്നതാണ് ഈ നമ്മുടെ ട്രഡീഷൻ. അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഒക്കെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്രാൻഡിനെ വലുതാക്കുന്നു. എന്നാൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഓപ്പോസിറ്റാണ്. സ്റ്റാർട്ടപ്പ് ഒരിക്കലും വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം അതിനകത്തൊരു സംഭവമുണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഒരു ഫൗണ്ടറിന് പോലും ആ കമ്പനിയായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പാടില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ നല്ല രീതിക്ക് പണിയെടുത്ത് ആ കമ്പനി വളർത്തിയെടുക്കുക. ആ കമ്പനിയെ വളർത്തിയെടുത്ത് നമ്മളൊരു കുഞ്ഞായിട്ടിരിക്കുന്ന ഒരു കമ്പനീനെ നമ്മൾ മറ്റേ അതിനെ അഡൽട്ടാക്കി മാറ്റിയിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അങ്ങനെയാണ് ഫൗണ്ടേഴ്സ് പൈസ ഉണ്ടാക്കുന്നത്. ഇത്രയുള്ള സംഭവം ഒരു ചെറിയൊരു ഐഡിയ ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം ചിലപ്പോൾ ഈ ലോകത്തില്ലാത്ത പ്രശ്നമായിരിക്കാം, ചിലപ്പം ഈ ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള പ്രശ്നമായിരിക്കും, എന്നാലും വലിയൊരു പ്രശ്നമായിരിക്കും. അത് അത്യാവശ്യം നല്ലൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തിന് അവർ കഷ്ടപ്പെട്ട് ഡീകോഡ് ചെയ്ത് ഒരു സ്റ്റേബിൾ ആക്കി എടുത്ത് മാറ്റുക, അതിന് സ്റ്റേബിളായിട്ട് മാർക്കറ്റ് കൊണ്ടുവരിക എന്നതാണ് ഒരു ഫൗണ്ടറിന്റെ ജോലി. ഓക്കെ, മനസ്സിലായോ? അതായത് ചിലപ്പോൾ നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന സംഭവത്തിനെ പോസിബിൾ ആക്കി മാറ്റുക. അങ്ങനത്തെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിൽ നിന്ന് ഇച്ചിരി കൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് ആ ഒരു മാർക്കറ്റിന്റെ പെട്ടെന്ന് കമ്പനി പിടിച്ചെടുക്കുക. ആ മാർക്കറ്റ് പിടിച്ചെടുത്ത് ആടി വലഞ്ഞുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിനെ ഒരു സ്റ്റേബിൾ ആക്കുന്ന പരിപാടി. അതും വെറും 2-3 വർഷം കൊണ്ട് അതിനൊരു സ്റ്റേബിൾ ആക്കുക. അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ട് നമ്മളതിനൊരു അത്യാവശ്യം മിഡിലൊരു ഒരു നല്ല രീതിക്ക് തന്നെ വളർത്തി എടുത്തിട്ട് നമ്മളത് എക്സിറ്റ് ചെയ്യുക എന്നൊരു പരിപാടിയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യുവേഷൻ ഗെയിമാണ്. ഇപ്പം എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ, എൻ്റെ കമ്പനിക്ക് ഇപ്പം എനിക്കൊരു കമ്പനി ഉണ്ട്, ഞാനൊരു അത്യാവശ്യം നല്ലൊരു പ്രോബ്ലം ടെക് റിലേറ്റഡ് ഞാൻ പ്രോബ്ലം സോൾവ്, ടെക് മാത്രമല്ല എന്തും ആവാം, പക്ഷെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. മാർക്കറ്റിനകത്ത് ഒരു നല്ലൊരു ക്യാപ്ചർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം. ചുമ്മാ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇത്ര മാർക്കറ്റ് ഉണ്ടാവും, ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ ഇപ്പം ചെറിയ മാർക്കറ്റാണ്, അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഇൻഫോർമേഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയെ നമ്മുടെ ആ സൊല്യൂഷൻ, നമ്മുടെ ആ പ്രോബ്ലത്തിന് നമ്മൾ പെയ്യെ പോകുമ്പോഴേ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി എത്തുമ്പോൾ നമുക്ക് വലിയൊരു ഫണ്ട് ആവശ്യം വരും. നമുക്ക് അത്യാവശ്യം ചെറിയൊരു ട്രാഷിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പം അതൊരു ഫീസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു ഐഡിയയും നമുക്ക് മാർക്കറ്റിൽ ഇറക്കാണ്ട് നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കൽ ആവുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എത്ര വലിയ തലവമ്പന്മാർ വന്ന് പറഞ്ഞ് ഇത് നടക്കത്തില്ല, ഇത് പോസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റിൽ ഇറക്കി അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്താതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഐഡിയ വർക്കുകളാവോ, പോസിബിൾ ആണോ പോസിബിൾ അല്ല എന്ന് പറയാം. ആർക്കാണെങ്കിലും ഇത് ഒരു ഐഡിയ കിട്ടിയാൽ ഇത് വർക്കാത്തില്ലെന്ന് പറയാം. പക്ഷെ അത് ശരിക്കും മാർക്കറ്റ് ഇറക്കി മനസ്സിലായാൽ മാത്രം, ചിലപ്പം പറയുന്ന എല്ലാം തിരിച്ച് എങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് പല കാര്യങ്ങളും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വാല്യുവേഷൻ ഗെയിം. അതായത് ഒരു കമ്പനിക്ക് നമ്മൾ അവരുടെ ഇവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് അവരുടെ ഒരു ഫ്യൂച്ചറിൽ ഇത് വെച്ചിട്ട് അവർക്കൊരു വിലയിടും. അതാണ് വാല്യുവേഷൻ. ഇപ്പം എൻ്റെ കമ്പനിയുടെ ഇപ്പം എൻ്റെ ഇത് കണ്ടിട്ട് എൻ്റെ കമ്പനിക്ക് ചിലപ്പോൾ ശരിക്കും എൻ്റെ കമ്പനി എല്ലാവരും എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 10 കോടിയെ കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ വാല്യുവേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനിയുടെ വളർച്ചയും എൻ്റെ കമ്പനിയുടെ ഞാൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലവും വെച്ചിട്ട് എൻ്റെ ഒരു കമ്പനിക്ക് ഇത്ര ഒരു വാല്യുവേഷനാണ്, ഇതിൻ്റെയൊക്കെ പല കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വാല്യുവേഷൻ നടക്കും. ഓക്കെ, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫീസിബിലിറ്റി, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എങ്ങനെയുണ്ട്, ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് എത്ര ഷെയർ പിടിക്കുകയാണ്, അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വാല്യുവേഷൻ ഇടും. ഓക്കെ, അപ്പോൾ ഈ വാല്യുവേഷൻ്റെ പുറത്തായിരിക്കും ഇനിയും വരുന്ന ഇൻവെസ്റ്റേഴ്സ്. ഇപ്പം എൻ്റെ കമ്പനിയിൽ ഞാൻ അത്യാവശ്യം വളർത്തിയിട്ടെങ്കിൽ ഞാൻ എവിടുന്നും വേറെ ഫണ്ടൊന്നും മേടിച്ചില്ല. അപ്പം ഞാനാണ് ഫൗണ്ടർ എങ്കിൽ എൻ്റെ 100% ഇക്വിറ്റി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഷെയർ ഇരിക്കുന്നത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തെ ഇപ്പോഴത്തെ വാല്യുവേഷൻ 100 കോടിയാണെന്ന് എൻ്റെ അല്ല 10 കോടിയെന്ന് വിചാരിക്കുക എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഫണ്ട് വേണം. എനിക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ടെങ്കിൽ എനിക്കിനും ഭയങ്കര പെട്ടെന്ന് എനിക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ആ ഗ്രോത്ത് കൊണ്ടുവരാൻ പെട്ടെന്ന് ഗ്രോത്ത് എന്ന് വെച്ചാൽ ചുമ്മാ
പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടല്ല, എനിക്ക് അതിനുള്ള ടെക്കും ആൾക്കാരെ എനിക്ക് എടുക്കാനും അവരനുസരിച്ച് അതിന് നമുക്ക് കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കമ്പനി ഇത്ര പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനൊരു ഇൻവെസ്റ്ററോട് പറയുകയാണ്, സാർ എൻ്റെ ഇതാണ് എൻ്റെ ടീം ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ഇൻവെസ്റ്റർ അതിനകത്ത് കൺവിൻസ് ആയിട്ട് ഇൻവെസ്റ്റർ വന്നിട്ട് പറയാണ്, ഓക്കെ നിനക്ക് ഞാൻ 1 crore തരാം. അപ്പോൾ നമ്മൾ 1 crore തരുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, വാല്യുവേഷൻ വെച്ചിട്ട് നമ്മൾ 10% കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അറിയാം. ഈ ഫൗണ്ടറിന്റെ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, 2 പെർസ്പെക്റ്റീവ് ചിന്തിക്കുക. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരിക്കുമല്ലോ, ഈ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും വേറൊരാളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പിൽ നടക്കത്തില്ല. സ്റ്റാർട്ടപ്പിൽ എപ്പോഴും നടക്കുന്നത് വെച്ചാൽ, നമ്മളൊരു കമ്പനിയെ നമ്മൾ പെട്ടെന്ന് വളർത്തിയെടുക്കുക. അത് മറ്റുള്ള വേറെ കമ്പനിക്ക് ചിലപ്പം അത്യാവശ്യം ജയിലുള്ള കമ്പനി ഇതിനകത്തൊരു പോസിബിലിറ്റി നമ്മളെ അത് മേടിക്കും. ആ മേടിച്ചെന്ന് അവിടുന്ന് നമ്മുടെ ഷെയർ നമ്മൾക്ക് എത്രയാണോ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കമ്പനിയുടെ മേലുള്ള ഷെയർ, ആ ഷെയർ നമ്മൾ എക്സിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും, കൊടുത്തോണ്ടായിരിക്കും. അത്രയും വലിയൊരു ഫണ്ടായിരിക്കും. നമ്മൾ ചിലപ്പം ഇന്ന് 10 കോടി നിൽക്കുന്ന എൻ്റെ കമ്പനിയുടെ വാല്യൂഷൻ ചിലപ്പോൾ ഒരു 2-3 വർഷം ചിലപ്പോൾ 100, 200, 300 കോടിയുടെ കഴിക്കുമായിരിക്കും. ചിലപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ 80% ഉള്ളെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ ഇത്ര ഇൻവെസ്റ്ററിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇനിയും കുറേ ഫണ്ട് റേസിങ് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മുടെ എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ 10-15% ഫൗണ്ടറിനെ കാണത്തുള്ളൂ. പക്ഷെ അന്നത്തെ ആ 10-15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു എൻ്റെ കമ്പനി ആ സമയമായപ്പോൾ 1000 കോടി വാല്യൂഷൻ എത്തിയോ, അപ്പോൾ എൻ്റെ 10 വർഷം എത്ര 150 കോടി സംതിങ് ഒക്കെ അല്ലേ, 100-150 കോടി സംതിങ്. ഇതാണ് ഫൗണ്ടേഴ്സ് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ചെയ്യുന്ന പരിപാടി. ഫൗണ്ടർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം കൊണ്ട് അവരുടെ കമ്പനി ഇമ്പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് സംഭവമായിരിക്കും. അതിനെ പെട്ടെന്ന് മാർക്കറ്റിൽ ഇറക്കുക, 2-3 വർഷം കൊണ്ട് മാർക്കറ്റിൽ നമ്മൾ പിടിച്ചെടുക്കുക, വേറൊരു കമ്പനിക്ക് വിൽക്കുക, അല്ലെങ്കിൽ വേറൊരു എക്സിറ്റൂടെ നടക്കും. ഇങ്ങനെ ഒരു കമ്പനിക്ക് മെർജറോ അക്വിസിഷനോ വഴി നമുക്ക് നമ്മുടെ ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് അപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇപ്പം നിങ്ങൾക്കറിയാം സൊമാറ്റോ, സ്വിഗ്ഗി, ഇതെന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നതും ഒരു എക്സിറ്റ് പോലെയാണ്. അപ്പം ഇപ്പോൾ ഫൗണ്ടേഴ്സിന്റെ കേസ് മനസ്സിലായി. നമ്മുടെ സ്റ്റാർട്ടപ്പിലെ ആൾക്കാരുടെ സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങുന്ന ഫൗണ്ടർ നമ്മളെന്തിനും തുടങ്ങണം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത് തോക്കാനും കൂടുതൽ ചാൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റർ എന്തിനാണ് ശരിക്കുന്നത്? ഇൻവെസ്റ്റർ എന്താ ശരിക്കും ഫൗണ്ടിനാണ്. ഇന്ന് അദ്ദേഹം വന്ന് നമ്മുടെ ആ 1 കോടി തരുന്ന വെറും 10% ആണെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, 10% ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ പറഞ്ഞു ഒരു 2-3 വർഷം ചിലപ്പോൾ 1000 കോടിയുടെ വാല്യൂഷൻ എത്തിക്കഴിഞ്ഞിട്ട് ഒരു കമ്പനി വന്ന് നമ്മളെ മേടിക്കുവാണെങ്കിൽ, അന്ന് അദ്ദേഹത്തിന് ഇരിക്കുന്നത് 1 കോടി ഇട്ട്, ഇപ്പൊ അദ്ദേഹത്തിന് 10% എത്ര, 1000 കോടിയുടെ 10% എത്ര, 100 കോടി. ഓക്കെ, 100 കോടി. അതായത് 1 കോടി ഇട്ടിട്ട് 2-3 വർഷം വെയിറ്റ് ചെയ്ത് ഇപ്പോഴത്തെ വാല്യൂഷൻ അനുസരിച്ച് 1000 കോടി എത്തിയ കമ്പനിയുടെ വാല്യൂഷൻ അനുസരിച്ച് അദ്ദേഹം ഇപ്പം ആ കമ്പനിയോടൊപ്പം കമ്പനി മേടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി എക്സിറ്റ് റെഡി ആണെങ്കിൽ എത്ര രൂപ കിട്ടും? 100 കോടി കിട്ടും. 1 കോടി ഇട്ടിട്ട് 100 കോടി എടുക്കുക. ഗൈസ്, ഇതാണ് സ്റ്റാർട്ടപ്പ്. ഈ വാല്യുവേഷനിലാണ് ഗെയിം മുഴുവൻ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇൻവെസ്റ്റർ എന്തിനാണ് ഇത്രയും വലിയ, അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് പിന്നെയും ഇടുന്നത്. കാരണം ഇന്ന് നിങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ടപ്പിൽ വന്നിട്ട് 800-300 കോടി രൂപ ഒരു സ്റ്റാർട്ടപ്പ് ഇടുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊയ്യാൻ തന്നെയാണ്. അത് ബാധിച്ച് ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ആ 800 കോടി ഇട്ട് ചിലപ്പോൾ 8000 കോടിയായിട്ട് തിരിച്ചു വരും. ആർക്ക്? ഇൻവെസ്റ്റേഴ്സിന്. ഓക്കെ, ഫൗണ്ടേഴ്സ് കഷ്ടപ്പെട്ട് എങ്ങനെയാണെന്നറിയത്തില്ല. അവിടെയാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന വേലു കാര്യം. ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ബെറ്റ് വെക്കുകയാണ് നമ്മുടെ ഫൗണ്ടറിന്റെ മേളിൽ. ഓക്കെ, ഫൗണ്ടറിന്റെയും ഐഡിയയുടെയും ടീമിന്റെ മേളിൽ ഇൻവെസ്റ്റേഴ്സ് ശരിക്കും ബെറ്റാണ് വെക്കുന്നത്. അവരൊരിക്കലും ഒരു കമ്പനിയിൽ മാത്രമല്ല, അവർ ചിലപ്പോൾ ഒരു 10-30 കമ്പനിയിൽ അവർ അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ 2-3-4 കമ്പനി ആയിരിക്കും അവർക്ക് റിട്ടേൺ ചെയ്യുന്നത്. ബാക്കി എല്ലാ കമ്പനിയും എന്താണ് ലോസിൽ പോവാ, അല്ലെങ്കിൽ ഓപ്പറേഷൻ നിർത്തിയിട്ട് ബാക്കി ഫണ്ടുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് നമ്മുടെ ബൈജൂസ് ഇപ്പൊ എത്ര കോടിയുടെ വാല്യൂഷൻ നിന്നായിരുന്നു ഒരു സമയത്ത്. ബട്ട് അദ്ദേഹത്തിന്റെ നിന്നുള്ള എന്തോ ഓപ്പറേഷനിൽ എന്തൊക്കെയോ തെറ്റുകൾ പറ്റി ബാങ്ക്രപ്റ്റും കാര്യങ്ങളും വന്ന് പറ്റി വാല്യൂഷൻ അത്രയും വന്നത് ഇപ്പൊ തീരെ വാല്യൂഷൻ ഇല്ലാണ്ടായി. അപ്പൊ ഇനിയുള്ള ഇൻവെസ്റ്റേഴ്സിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാലം. അപ്പൊ അവരിട്ട ഫണ്ടെല്ലാം വെറുതെ പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് ബാങ്ക്രപ്റ്റ് ആവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഒരു കമ്പനി മാത്രമല്ലായിരിക്കും, പല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് കാണും, VC ഇൻവെസ്റ്റേഴ്സ് കാണും. സോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഏർലി സ്റ്റാർട്ടപ്സിൽ, ഓക്കെ,
ഏർലി സ്റ്റാർട്ടപ്സിൽ 1 കോടി 10 കോടി വരെയൊക്കെ റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏഞ്ചൽ സ്റ്റാർട്ടപ്പ്, അത് ചിലപ്പോൾ ഒരാളായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് 2-3 പേരായിരിക്കും. പക്ഷെ VC എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഇപ്പം സോഫ്റ്റ് ബാങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഫേംസ് ഉണ്ട് പുറത്തുള്ളവരും ഒക്കെ. അവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനി ഇച്ചിരി കൂടെ വളർത്തിയെടുത്ത് ഇങ്ങനെ വരുന്ന ഫണ്ടുകളിലേക്ക് ഒരു 100 കോടി 200 കോടി 300 കോടി ഇടുന്ന അവരൊക്കെ ആയിരിക്കും ആ ഒരു ടീം വേണം. സോ ബേസിക്കലി ഇതാണ് ഗെയിം. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ഇന്നോവേറ്റീവ് ആയുള്ള ഒരു പരിപാടി ആയിരിക്കണം, അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു മാർക്കറ്റിൽ നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടൊന്നും നടക്കത്തില്ല. എങ്ങനെയായാലും എടുത്ത് നമ്മളൊരു സിഗ്നൽ കൊടുത്തേ പറ്റത്തുള്ളൂ ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ഞാൻ ഒരു ഷാരി ഷംസിനെ അറിയാത്തുള്ള കാര്യം കാണുന്നില്ല. ഞാനപ്പോൾ ഒരു ട്രേഡേഴ്സ് കൺവെൻഷനിൽ പോയപ്പം ഷാരി ഷംസിനോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹമാണ് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരിക്കലും ഒരു ഇൻവെസ്റ്ററിനും നിങ്ങളുടെ ഐഡിയയുടെ പുറത്തോ വെക്കുന്നതിനേക്കാളും നിങ്ങളാരാണ്, ഫൗണ്ടർ ആരാണ്, അല്ലെങ്കിൽ ഫൗണ്ടറിൻ്റെ കൂടെയുള്ള ടീം ആരാണ് എന്നൊക്കെ നോക്കി നമ്മൾ എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണം അവർക്ക്. ഓക്കെ, ഇപ്പോൾ ഷാരി ഷംസൻ ചെയ്തതുപോലെ അദ്ദേഹം ആ കൊറോണ സമയത്ത് അദ്ദേഹം അവിടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിറ്റികളിലേക്ക് ഒരു ആപ്പ് ഇറക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് ട്രാക്ഷൻ ഒരു ട്രാക്ഷൻ കാണിച്ചു കൊടുത്ത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അവർക്കൊരു സിഗ്നൽ കൊടുത്തു. പിന്നെ അവരുടെ കൂടെയുള്ള ടീമിന്റെ കേപ്പബിലിറ്റി കാണിച്ചു കൊടുത്തു. സോ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പം അവർക്ക് 1 crore ആണ്ടാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് നമ്മുടെ Y Combinator ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് അവരത് 1 crore ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അടുത്ത 2-3 വർഷം കൊണ്ട് അത് 100 കോടി ആക്കാനുള്ള പരിപാടി ആയിരിക്കണം അത് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. സോ ബേസിക്കലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് കാര്യമല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വേർപ്പ് രക്തമാക്കുന്ന പരിപാടിയാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ എല്ലാ യൂത്തുകാരെല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാവരും ഞാൻ സ്റ്റാർട്ടപ്പാണ് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ നല്ല കഷ്ടപ്പാട്. പിന്നെ നല്ലൊരു ടീമിനെ കിട്ടുക, കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എല്ലാവർക്കും പോസിബിൾ ആണ്. എല്ലാവർക്കും ഇന്ന് എവിടെയും ഇല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇതാണോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും പരിപാടിയാണ്. പക്ഷെ അതിനുള്ളിൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കണം. എത്ര നമുക്ക് റോളർ കോസ്റ്റർ ആയിരിക്കും നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും, മേളിലും താഴെ എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരിക്കും. സോ ബേസിക്കലി അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി, നമ്മളൊരു ഇന്നോവേറ്റീവ് ഐഡിയ നമ്മൾ കൊണ്ടുവരുന്നു. ആ ഒരു ചെറിയൊരു കമ്പനീനെ പെട്ടെന്ന് വളർത്തിയെടുത്ത് 2-3 വർഷം ഒരു വലിയൊരു വാല്യുവേഷനിലേക്ക് എത്തിക്കുക. ആ വാല്യുവേഷനിൽ എത്തുമ്പോഴത്തേക്ക് വേറെ കുറേ കമ്പനികൾക്ക് ഈ കമ്പനി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഗുണമുണ്ടെന്ന് മനസ്സിലായി നമ്മുടെ കമ്പനി മേടിക്കാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എക്സിറ്റ് അടിക്കാം. അങ്ങനെ ഫൗണ്ടേഴ്സിന് വേണമെങ്കിൽ എക്സിറ്റ് അടിച്ചിട്ട് ബാക്കി ആ കമ്പനി ആരും നോക്കിക്കോളും, നമ്മുടെ ഏറ്റെടുക്കുന്ന കമ്പനി നോക്കിക്കോളും. അല്ലെങ്കിൽ ഇപ്പോൾ ഏർലി ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൽ അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ പല രീതികൾ ചെയ്തുകൊണ്ട് അങ്ങനെ എക്സിറ്റ് ആവാവുന്ന പരിപാടിയാണ് ശരിക്കും സ്റ്റാർട്ടപ്പ്. 2-3 വർഷം കൊണ്ട് നല്ല കിടില ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവും കൂടെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളെല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും നന്ദി.